ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് AWSൻ്റെ അകത്തിരിക്കുന്ന ബില്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ഈ ഒരു മൊമെന്റിൽ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AWSൻ്റെ അകത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് IAM ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് EC2 എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം IAM എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. പക്ഷേ EC2 എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. അപ്പം നമ്മളുടെ ഫ്രീ ടയർ അക്കൗണ്ടിൻ്റെ അകത്ത് 12 മാസം വരെ നമുക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ റിസോഴ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് വരും അല്ലേ? ക്ലൗഡ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ബെറ്റർ ക്ലൗഡ് ഡെവലപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ റിസോഴ്സസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചില സമയങ്ങൾ ക്ലൗഡ് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് ഏകദേശം എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ കൂടുതൽ റിസോഴ്സസുകൾ ഉണ്ടാക്കുകയും അതിന് ബില്ല് വന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് AWSൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. AWSൻ്റെ അകത്തിരിക്കുന്ന ബില്ലിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുകയും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യുകയും വേണം. അപ്പം അങ്ങനെ വേണ്ട കുറച്ച് മിനിമം കാര്യങ്ങൾ. AWS ബില്ലിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊമെന്റിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ബില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഓൺ പ്രെമിസിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ ഫങ്ഷനാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതിയെങ്കിൽ, നമ്മൾ ക്ലൗഡിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫാക്ടർ കൂടി നമ്മളുടെ കൺസിഡറേഷനിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ഉള്ള കൺസിഡറേഷനിൽ വരും. അതെന്ന് പറയുന്നത് കോസ്റ്റാണ്. നമ്മൾ ഒരുപാട് കോസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ നമ്മളുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുകയും ക്ലൗഡിൻ്റെ യൂസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാകുകയും ചെയ്യും. അപ്പം ബില്ലിങ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷേ നമുക്കത് പതിയെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് കോസ്റ്റ് വന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്രീ ടയറിൻ്റെ പുറത്തായിട്ട് നിങ്ങൾക്കൊരു കോസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മിനിമം കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ IAM യൂസറിൻ്റെ അകത്താണ് നമ്മളിവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ IAM യൂസർ റിനീഷ് IAM എന്ന് പറയുന്നതാണ്. റിനീഷ് IAMന് അഡ്മിൻ പ്രിവിലേജ് ഉള്ള ഒരു പോളിസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? അഡ്മിൻ പ്രിവിലേജുള്ള പോളിസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പോളിസി, അഡ്മിൻ പ്രിവിലേജുള്ള പെർമിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറയുമ്പം നിങ്ങൾക്ക് അതെന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ കഴിയണേ. നമ്മൾ ഈ മൊമെന്റിൽ നമ്മൾ ആ ലെവലിൽ എത്തിയിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോളിസി എന്ന് പറയുന്ന കാര്യം ഒന്നും കൂടി ഒന്ന് നോക്കേണ്ട കാര്യമുണ്ട്. കാരണം പോളിസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പെർമിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് വളരെ ക്ലിയർ ആയിട്ടിരിക്കണം. അപ്പം നമ്മൾ ഈ മൊമെന്റിൽ നമ്മളെ റിനീഷ് IAM എന്ന് പറയുന്ന IAM യൂസറാണ്. അഡ്മിൻ പ്രിവിലേജ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ബില്ലിംഗ് എന്ന് പറയുന്ന കാര്യം കാണാൻ പറ്റേണ്ടതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ബില്ലിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് എൻ്റെ ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സർവീസ് കാണുന്നുണ്ട്. ഞാനത് റീസെൻ്റ്ലി വിസിറ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ മിക്കവാറും കാണത്തില്ല. ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ അക്കൗണ്ടിൻ്റെ അകത്ത് കാണുന്ന സമയത്ത് ഇതെന്താണ് ബ്ലാക്കായി കാണുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ, അത് ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിങ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീം മാറ്റാവുന്നതേ ഉള്ളേ. ഞാനിത് ഡാർക്ക് ആക്കിയതുകൊണ്ടാണ്. നിങ്ങളുടെ മോസ്റ്റ്ലി ഈ ലൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും മാറ്റാം. എനിക്ക് കുറച്ചും കൂടെ കണ്ണിന് സുഖമുള്ളത് ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഡാർക്ക് തീമിലോട്ട് മാറ്റിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ തിങ് മാത്രം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സർവീസസും എടുക്കാനുള്ള നമ്മളുടെ ഈസി വഴി എന്ന് പറയുന്നത് സെർച്ച് ബോക്സിൽ പോവുക, എന്നിട്ട് ആ സർവീസിൻ്റെ പേരെഴുതുക. നമ്മളെ കേസിൽ ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബില്ലിംഗ് എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ വരും. അതിൻ്റെ അകത്ത് ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ ബില്ലിംഗ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റിൽ ഇവിടെ ആക്സസ് ഡെനീഡ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അഡ്മിൻ പ്രിവിലേജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോഴും നമുക്ക് ബില്ലിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യൽ പ്രിവിലേജ് ആവശ്യമുള്ള കാര്യമാണ്. അത് റൂട്ട് യൂസർക്ക് എന്തായാലും ഉണ്ടാകും. പിന്നെ റൂട്ട് യൂസർ IAM യൂസർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ കൂടി ഒരു അഡീഷണൽ സെറ്റിങ്സ് കൂടി, അതായത് റൂട്ട് യൂസർ ഒരു അഡീഷണൽ
അഡീഷണൽ സെറ്റിങ്സും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസറിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂട്ട് യൂസറിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ട് IAM യൂസേഴ്സിന് ബില്ലിംഗ് ആക്ടിവിറ്റീസ് കാണാനുള്ള പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളിപ്പോൾ അധികം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസറിനെ ലോഗൗട്ട് ചെയ്തിട്ട് റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്ത് ആ സെറ്റിങ്സ് ഒന്ന് ആദ്യം എനേബിൾ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ IAM യൂസറിനെ നമ്മൾ സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്യണം അല്ലേ? അപ്പോൾ റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ ഇത് AWSൻ്റെ സൈൻ ഇൻ പേജാണ്. ന്യൂ സൈൻ ഇൻ പേജാണ്. ഈ അടുത്ത് AWSൻ്റെ സൈൻ ഇൻ പേജ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ന്യൂ സൈൻ ഇൻ പേജാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സൈൻ ഇൻ യൂസിങ് റൂട്ട് യൂസർ ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അതൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്ത് നമ്മൾ ഇതാക്കിയതാണ്. ഞാൻ ഒന്നും കൂടെ നമ്മൾ സ്ഥിരമായിട്ട് IAM യൂസറിൻ്റെ അകത്താണ് ലോഗിൻ ചെയ്യാറുള്ളത്. വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് റൂട്ട് യൂസറിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ആവശ്യമുള്ളൂ. റൂട്ട് യൂസറിൽ ലോഗിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ ഇമെയിൽ ID ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് അടിക്കാനുള്ള ഇത് വരുന്നു. പാസ്വേഡ് ഒന്ന് നിങ്ങളിവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ MFA വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പറയുന്നു. എല്ലാവരും റൂട്ട് യൂസർക്കും IAM യൂസേഴ്സിനും എല്ലാം MFA എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഞാൻ എൻ്റെ ഫോണിലേക്ക് MFA ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. MFA ഫോണിൽ വന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്യുന്നു. അപ്പം നമ്മളിവിടെ റൂട്ട് യൂസറിൻ്റെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റൂട്ട് യൂസറിൻ്റെ ഇത് കാണാം അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂട്ട് യൂസർക്ക് ബില്ലിങ്ങും കോസ്റ്റ് മാനേജ്മെൻറ്റും എല്ലാം എനേബിൾഡ് ആയിരിക്കും. റൂട്ട് യൂസർക്ക് എല്ലാ കാര്യങ്ങളും എനേബിൾഡ് ആയിരിക്കും. നിങ്ങൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ആയി വരും. അപ്പം നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ IAM യൂസറിനും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളുടെ അഡ്മിൻ പ്രിവിലേജ് ഉള്ള IAM യൂസേഴ്സിനെങ്കിലും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. റൂട്ട് യൂസറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ പേജ് വരും. അക്കൗണ്ടിൻ്റെ പേജിൻ്റെ അകത്തേക്ക് അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. IAM യൂസർ ആൻഡ് റോൾ ആക്സസ് ടു ബില്ലിംഗ് ഇൻഫർമേഷൻ. അതായത് IAM യൂസേഴ്സിന് കൂടി ബില്ലിംഗ് ഇൻഫർമേഷൻ കാണാനുള്ള പെർമിഷൻ കൊടുക്കുക എന്നുള്ളത്. IAM യൂസേഴ്സിന് ഇവിടെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ പോളിസിക്കകത്ത് ആ പറഞ്ഞിരിക്കുന്ന ബില്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർമിഷൻ ഉണ്ടെങ്കിലേ കാണാൻ പറ്റൂട്ടോ. എല്ലാ IAM യൂസേഴ്സിനും പറ്റത്തില്ല. IAM ബില്ലിംഗ് കാണാനുള്ള പെർമിഷൻ ഉള്ള യൂസേഴ്സിന് പറ്റും. ഓക്കെ. അപ്പം നമ്മൾ IAM യൂസേഴ്സിനുള്ള സാധനം എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ ഉള്ളൂ ഒരു IAM യൂസർക്ക് അവരുടെ പെർമിഷൻ്റെ അകത്ത് പോളിസിക്കകത്ത് ബില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. ഈവൻ ഇത് ഡീആക്ടിവേറ്റഡ് ആണെങ്കിൽ, ഈവൻ പെർമിഷൻ ഉണ്ടെങ്കിൽ കൂടി IAM യൂസേഴ്സിന് ബില്ലിംഗ് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള അഡ്മിൻ യൂസർ ഉണ്ടല്ലോ അല്ലേ? ആ അഡ്മിൻ യൂസർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാണുന്ന അറ്റ്ലീസ്റ്റ് ആ യൂസർക്കെങ്കിലും കാണാൻ പറ്റുന്ന വിധത്തിൽ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത്രയും കാര്യം ഇവിടെ ഒന്ന് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് യൂസറിൻ്റെ അകത്തിരിക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് റൂട്ട് യൂസർ ലോഗൗട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ IAM യൂസർ ഒന്ന് റീലോഗിൻ ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മൾ നമ്മളുടെ IAM യൂസറിൻ്റെ അകത്ത് നമ്മൾ റീലോഗിൻ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ സെറ്റിങ്സ് അവിടെ എനേബിൾ ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ഒരു വട്ടം കൂടെ പോവുകയാണേ. ഒരു വട്ടം കൂടി പോകുന്ന സമയത്ത് നേരത്തെ നമുക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലേ? ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പേജിൻ്റെ അകത്ത് ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി ബില്ലിങ്ങിൻ്റെ അകത്തേക്കുള്ള ഒരു ബേസിക് സാധനം. അപ്പോൾ നമ്മൾ AWSൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾക്കും പൈസയാവുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ EC2 ഇൻസ്റ്റൻസ് ഇത്ര മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, EC2 ഇൻസ്റ്റൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അത് സെക്കൻഡ്സ് വൈസൊക്കെയാണ് ബില്ല് ചെയ്യുന്നത്. അതായത് ഇത്ര സെക്കൻഡ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ്സിനനുസരിച്ചിട്ട് പൈസ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിനും ഇതേപോലെ തന്നെയുള്ള ഒരു ഗ്രാനുലർ ആയിട്ടുള്ള ഒരു ബില്ലിംഗ് ആണ് വരുന്നത്. എത്രത്തോളം യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട്. ചില സമയങ്ങളിൽ GBയുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും. ചില സമയത്ത് ലാംഡയുടെ കേസിലൊക്കെയാണ് എക്സിക്യൂഷൻ ചെയ്യുന്നതിൻ്റെ സമയം അനുസരിച്ചിട്ടായിരിക്കും. EC2ൻ്റെ കേസിൽ എത്രത്തോളം മണിക്കൂർ നിങ്ങളുടെ ഇൻസ്റ്റൻസ് ആക്ടിവേറ്റ് ആയിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങൾക്കും
ഓരോരുത്തർക്കും പലതരത്തിലുള്ള ബില്ലിംഗ് ആണ് വരുന്നത്. അപ്പം നമ്മൾ AWSന്റെ കേസിൽ ബില്ല് വരുന്നത് ഓരോരോ മാസത്തിലുമാണ്. ഒരു മാസത്തിൽ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ സർവീസസിൻ്റെ അകത്തും ഉള്ള ബില്ലുകളെ കൂട്ടിയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് ഒരു മാസം നമുക്കൊരു ബില്ല് തരും. നമ്മൾ നോർമലി പോസ്റ്റ് പെയ്ഡ് നമ്മുടെ ഫോണിൻ്റെ കേസിലൊക്കെ നമുക്കൊരു പോസ്റ്റ് പെയ്ഡ് ബില്ല് വരുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെ മന്ത്ലി നമുക്കൊരു ഒരു ബില്ല് വരികയാണ് AWSന്റെ അകത്ത് ചെയ്യുന്നത്. അപ്പം ഈ പർട്ടിക്കുലർ മന്തിൽ നമുക്ക് ഇതുവരെ, അതായത് മന്ത് ടു ഡേറ്റ് ആണ്, അതായത് നമ്മളുടെ മന്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇന്ന് ഈ ടുഡേ വരെ എത്ര ബില്ലായി എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനാണ് ഇവിടെ വരുന്നത്. നമ്മളുടെ കേസിൽ ഇത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അക്കൗണ്ടാണ്. അതിൻ്റെ അകത്ത് എനിക്ക് യാതൊരുവിധ ബില്ലും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ടയറിൻ്റെ അകത്താണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നമ്മൾ യാതൊരുവിധ ബില്ലാവുന്ന യാതൊരുവിധ സാധനങ്ങളും നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ബില്ലെന്ന് പറയുന്നത് 0 ആണ്. ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് മന്തിൽ സെയിം പീരീഡിൽ എത്ര നിങ്ങൾക്ക് ബില്ല് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് സെപ്റ്റംബർ മാസമാണല്ലോ അല്ലേ? അപ്പം ഓഗസ്റ്റ് 1 മുതൽ 29 വരെ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ബില്ലാണ്. ഇനിയുള്ളത് നിങ്ങൾക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഈ മാസം ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇപ്പോഴത്തെ നിങ്ങളുടെ യൂസേജിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ മാസം അവസാനം ആവുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എത്ര ബില്ല് വരും എന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ, ഒരു ഫോർകാസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം വെച്ചിട്ട്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ബില്ല് ഇപ്പോൾ കറൻ്റ്ലി എത്ര ബില്ലായി എന്നുള്ളതും ഇനി ഒരു മാസം അവസാനം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ബില്ലാവുന്നു എന്നുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ബേസിക്കലി നമ്മളിപ്പം പഠിക്കുകയാണ്, നമ്മൾ ഫ്രീ ടയർ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് തീരെ ബില്ല് വരാതിരിക്കുക എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെങ്കിൽ ആക്ച്വലി ഓർഗനൈസേഷൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ബില്ലിംഗ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് ഒരുപാട് ബില്ല് വന്നു പോകുന്ന സിറ്റുവേഷൻ ഒന്നും നമുക്ക് വരരുത്. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എത്ര ബില്ല് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല രീതികളിൽ നമുക്ക് കോസ്റ്റിനെ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, എങ്ങനെ മോണിറ്റർ ചെയ്യാം, അങ്ങനെയുള്ള പല ഓപ്ഷൻസും ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വരാവുന്നേ ഉള്ളൂ. അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ആകെ നോക്കേണ്ടത് നമുക്ക് ബില്ലൊന്നും വരുന്നില്ല എന്നുള്ള എൻഷുറിങ് മാത്രമാണ്. ഓക്കെ, ഇനിയിപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഫ്രീ ടയറിൻ്റെ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ടയറിൻ്റെ അകത്തില്ലാത്ത ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു ബില്ല് വന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളിവിടെ ഒരു ബില്ല് കണ്ടു, അതായത് ഒരു $10 അങ്ങനെ ഒരു ബില്ല് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെ നിന്ന് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വഴിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബില്ലിങ്ങിലോട്ട് പോകണം. ഇവിടെ വ്യൂ ബിൽ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഒന്നുകിൽ അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ബിൽസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഓപ്ഷൻ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യാം. രണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെയിം പേജിലോട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കുന്ന ബില്ലിങ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അതായത് സെപ്റ്റംബർ 1 തൊട്ടിട്ട് സെപ്റ്റംബർ 30 വരെയുള്ള ബില്ലിംഗ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ചാർജസ് ബൈ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ പർട്ടിക്കുലർ സർവീസിലും ഏതൊക്കെ ബില്ല് വന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പം നിങ്ങൾ അവിടെ ഒരു $10 കണ്ടു. ആ $10 ഏത് സർവീസിൻ്റെ അകത്ത് ഞാനൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ആ ബില്ല് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പം ഇലാസ്റ്റിക്, അതായത് EC2ലാണ് ഒരു ബില്ല് വന്നിരിക്കുന്നതെങ്കിൽ EC2ൽ $10 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും ബില്ലില്ലാത്ത, നമ്മൾ ഫ്രീ ടയറാണ്, നമ്മൾ ഇതുവരെയായിട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ $10 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അതിന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീജിയൻ വൈസിറ്റിരിക്കുന്ന ഒരു സ്പ്ലിറ്റപ്പ് കിട്ടും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു റീജിയൻ്റെ അകത്ത് ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് സംഭവിച്ചു പോകുന്ന മിസ്റ്റേക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EC2 എന്ന് പറയുന്നത് റീജിയൻ ബൗണ്ടാണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പം നമ്മൾ സിംഗപ്പൂറിൻ്റെ അകത്ത്, സിംഗപ്പൂർ റീജിയൻ്റെ അകത്ത് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വിട്ടുപോകും. നമ്മൾ നോർമലി മുംബൈ റീജിയനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിഫോൾട്ട് റീജിയൻ എന്ന് പറയുന്നത് മുംബൈ ആയിരിക്കും. മുംബൈൻ്റെ അകത്ത് നമുക്ക് EC2 ഇൻസ്റ്റൻസ് റണ്ണിങ് അല്ല എന്നുള്ള രീതിയിൽ പറയുകയും, പക്ഷേ സിംഗപ്പൂരിൻ്റെ അകത്ത് ഇങ്ങനെ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. അങ്ങനെ റീജിയൻ മാറിയിട്ടൊക്കെ നമുക്കത് ബില്ല് വന്ന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മറന്നു പോകാനുള്ള ഒരു സാധ്യതയാണ്. ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം നമുക്ക് ഇന്ന റീജിയൻ്റെ അകത്താണ് EC2ന് ബില്ല് വരുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇത് നോക്കിയാൽ നമുക്ക് കിട്ടും. അതും കഴിഞ്ഞിട്ട്
EC2ൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? അതായത് നമ്മളുടെ സെർവർ ഉണ്ട്, നമ്മളുടെ EBS വോളിയം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അങ്ങനെ ഇനിയും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നാറ്റ് ഗേറ്റ്വേ അങ്ങനെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾക്കും ബില്ല് വരും. അപ്പം പല രീതികളിലിരിക്കുന്ന ബില്ലിംഗ് ആണ് ഓരോന്നിനും വരുന്നത്. അപ്പം EC2ൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഏത് സബ് ഐറ്റത്തിനകത്താണ് നിങ്ങൾ ബില്ല് വന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങൾ പോകുന്നതോടുകൂടി നിങ്ങൾക്ക് എക്സാക്ട്ലി എവിടെയാണ് നമ്മളുടെ ബില്ല് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബില്ല് വരും. ഓക്കെ, ബില്ല് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് ഒരു കാര്യം കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൻ്റെ അകത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം മോണിറ്റർ ചെയ്യാം എന്നുള്ളത് നമുക്ക് കണ്ടു. പക്ഷേ നമുക്ക് ചിലപ്പം സ്ഥിരമായിട്ടൊന്നും നമുക്ക് നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് കയറി ഈ സാധനം മോണിറ്റർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ? ചില സമയങ്ങളിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ നമ്മളുടെ AWS അക്കൗണ്ട് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തവണ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബില്ലിംഗ് എന്ന് പറയുന്ന സാധനം എടുത്ത് നോക്കി മോണിറ്റർ ചെയ്യാനൊക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബജറ്റ് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബജറ്റ്സ് എടുക്കാം. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. AWS തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്ന ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് കസ്റ്റമായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആകെ അറിയേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് ആയിട്ടുണ്ട്, അതായത് ഒരു $1 എങ്കിലും ബില്ല് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നെ നോട്ടിഫൈ ചെയ്യൂ എന്ന് നമ്മൾ AWSൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന AWS തന്നെ ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വളരെ കോമൺ ആയിട്ടിരിക്കുന്ന ഒരു ബജറ്റ് സെറ്റപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇവിടെ യൂസ് എ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് സീറോ സ്പെൻഡ് ബജറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് നമുക്ക് ചെയ്യാം. അതെന്ന് പറയുന്നത് ക്രിയേറ്റ് എ ബജറ്റ് ദാറ്റ് നോട്ടിഫൈസ് യു വൺസ് യുവർ സ്പെൻഡിങ് എക്സീഡ് $0.01. അതായത് എന്തെങ്കിലും ഒരു ബില്ല് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നമ്മളെ നോട്ടിഫൈ ചെയ്യും. അതെങ്ങനെ നോട്ടിഫൈ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മളിത് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു ബജറ്റിൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിത് ഡിഫോൾട്ടായിട്ട് വന്ന സാധനം തന്നെ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവൻ എങ്ങനെ നോട്ടിഫൈ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇമെയിൽ ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇമെയിൽ ID കൊടുക്കുമ്പം ഒരു കാര്യം ഒന്ന് നോക്കണേ. നിങ്ങൾ വളരെ കോമൺ ആയിട്ട് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു ഇമെയിൽ ID കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം നമ്മൾ ഡെയിലി നോക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു ഇമെയിലിൻ്റെ അകത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും നോക്കുകയും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു റിക്കറിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ബില്ല് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൈമറി ഇമെയിൽ ID കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലേ. അത് നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കുന്ന സാധനങ്ങളല്ലേ നമ്മൾ ഡെയിലി നോക്കത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റണം, അത്രേ അതിൻ്റെ അകത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ബജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബജറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിലിലോട്ട് അവൻ ഒരു നോട്ടിഫിക്കേഷൻ അയക്കും. നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് എക്സീഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രാക്ടീസിലോട്ടൊക്കെ പോയിട്ട് എവിടെ നിന്നാണ് ഈ ബില്ല് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ബജറ്റും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതെന്ന് പറയുന്നത് മന്ത്ലി കോസ്റ്റ് ബജറ്റ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ബില്ല് വരുന്നത് മന്ത്ലി ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മന്ത്ലി ഇന്ന എമൗണ്ടിൽ കൂടുതലാവരുത് എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബജറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കട്ടോ. നേരത്തെ എന്ന് പറയുന്നത് എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സെൻഡ് ചെയ്യുന്നു. ഇവൻ സെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്ത്ലി നിങ്ങൾക്ക് കൂടിക്കഴിഞ്ഞാലാണ്. അപ്പം നമുക്ക് ഒരു $1 എന്ന് പറയുന്ന സാധനം വരുന്നു. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മളുടെ ഇമെയിൽ ID കൊടുക്കുന്നു.
ഇമെയിൽ ഐഡി കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ബഡ്ജറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ ഈ 2 ബഡ്ജറ്റുകളും ഒന്ന് ക്രിയേറ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യുകയും വേണം. പോസിബിൾ ആണെങ്കിൽ കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യുകയും വേണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള 2 ബഡ്ജറ്റുകളെങ്കിലും ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലൗഡ് പഠിച്ച സമയത്ത് നമ്മൾ കൂടുതൽ റിസോഴ്സസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലൗഡ് ഡെവലപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ റിസോഴ്സ് ഉണ്ടാക്കും. അങ്ങനെ റിസോഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബില്ല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോർമലി ക്ലൗഡ് പഠിച്ചു തുടങ്ങുന്ന ആൾക്ക് ഇങ്ങനെയുള്ള അബദ്ധത്തിൽ കുറച്ച് ബില്ലുകളൊക്കെ വന്ന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കണേ. വെരി ഇൻട്രസ്റ്റിംഗ് കാര്യമൊന്നുമല്ല. ഡെഫിനറ്റ്ലി ബില്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കോസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.